ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, തൊണ്ട രോഗികള്, തൊണ്ട കാർച്ചകൾ, ഇടയ്ക്ക് ഇൻഫെക്ഷൻ തൊണ്ടയുണ്ടാകുന്നവർ, തൈറോയിഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവരൊക്കെ കഴുത്തിലാണ് കൈവെക്കേണ്ടത്. ശിരസ് രോഗികൾ, ചെവി കേൾവിക്കുറവുള്ളവർ, കണ്ണിന് കാഴ്ച മങ്ങുന്നവർ, തലയ്ക്ക് പൊട്ടുന്ന വേദനയുള്ളവർ, തലവേദനയുള്ളവർ, പ്രഷർ രോഗികൾ ഒക്കെ ഹൃദയത്തിലും നെറ്റിയിലും കൈകൾ വെച്ചുകൊണ്ട് അച്ഛനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളെ സ്തുതിക്കട്ടെ. കർത്താവേ, പ്രഷർ രോഗികളെ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഷുഗർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ സ്പർശിക്കണമേ. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, വായുനാറ്റമുള്ളവർ, തൊണ്ടക്ക് അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, പിൻകഴുത്തിൽ വേദനയുള്ളവർ, തലക്ക് ഭാരമുള്ളവർ, ഈടുള്ളവർ, ഉറക്കമില്ലാത്തവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തത്സമയ സൗഖ്യം നന്ദി പറയുന്നു. കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ധനിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ധനിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ എടുക്കുകയാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സാങ്കേതികമായ സർട്ടിഫിക്കറ്റുകൾ, നിയമപരമായ രേഖകളുടെ അഭാവങ്ങളെ, കുടുങ്ങിക്കിടക്കുന്നവർ, കിട്ടാത്തവർ, നഷ്ടപ്പെട്ടവർ, പ്രമാണം നടക്കാത്തവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, പണയ വസ്തുക്കൾ എടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് ഇതെല്ലാം വരണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവർക്ക് സന്തോഷമില്ല, അവർക്ക് സമാധാനമില്ല, സുരക്ഷിതത്വമില്ല, എല്ലാം ഇല്ല, അപമാനിക്കപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ ഇല്ലായ്മകളും ഉടമ്പടിയുടെ സബ്ജക്റ്റുകളാണ്. അച്ഛനോട് ചേർന്ന് കർത്താവേ, എല്ലാ തരത്തിലും ഇല്ലായ്മകള് അനുഭവിക്കുന്നവര്, ആരോഗ്യമേഖല, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖല, ജീവിത അവസ്ഥകളിലെ കർത്താവേ, ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ഈശോയ്ക്ക് ഉടമ്പടി ചെയ്തവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. ഉടമ്പടി എടുക്കാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക ഇടപെടല്, ദൈവിക ശക്തി, ദൈവിക സൗഖ്യം നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഓ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിവാഹം ഒത്തുവരാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കിടപ്പ് രോഗികളാണ്. കിടപ്പ് രോഗികളെ ഇവിടെ നടന്ന് യാത്ര ചെയ്ത് എത്തി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അവരെ അമ്മയ്ക്ക് സമർപ്പിക്കണം. നിങ്ങൾ പല ആൾക്കാരും ഇവിടെ സാക്ഷ്യം പറയുന്നവർ പണ്ട് കിടപ്പ് രോഗികളായിരുന്നവരാ. ഉടമ്പടിയുടെ വലിയ ശക്തിയിൽ ഇതൊക്കെ ഒന്നും നടക്കാത്ത കാര്യമല്ല. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെട്ടാണ് സത്താൻ്റെ ശക്തി നിർവീര്യമായത്. അപ്പോൾ പലതരത്തിലുള്ള ഭയങ്ങൾ, വൈരാഗ്യങ്ങൾ, ശത്രുതയൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. പല മേഖലകളിൽ ശത്രുത അനുഭവിക്കുന്നവരുണ്ട്. വീടും പരിസരങ്ങളിലും ശത്രുത അനുഭവിക്കുന്നവരുണ്ട്. പല തെറ്റായ പ്രണയബന്ധങ്ങൾ ചെന്ന് ചാടി ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ഭ്രാന്തന്മാരുണ്ട്, അപസ്മാര രോഗികൾ ഉണ്ട്, ഫിക്സ് വരുന്നവർ. അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, മനുഷ്യന് അസാധ്യമായ എല്ലാ രോഗങ്ങളുടെ മേലും, എല്ലാ ജീവിത ദുരിതങ്ങളുടെ മേലും അമ്മയുടെ മധ്യസ്ഥത്താൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഈ നിമിഷം തളിക്കപ്പെടട്ടെ. അപസ്മാര രോഗങ്ങള്, ഭ്രാന്തി രോഗങ്ങള്, പലതരത്തിലുള്ള ശത്രുദോഷങ്ങള് യേശുവിന്റെ നാമത്തില്, ജോലി തടസ്സങ്ങള്, വിവാഹ തടസ്സങ്ങള്, എല്ലാ തരത്തിലുള്ള ഭാഗ ഉടമ്പടിയുടെ ദുരിതങ്ങള് യേശു നാമത്തില് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഏതെങ്കിലും വിഷയം നിങ്ങളുടേത് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴ് പരിശുദ്ധ അമ്മ ഈ വിഷയം ഇപ്പോഴാരാധനയിൽ സമർപ്പിക്കുന്നു. ആശീർവാദത്തിന് മുമ്പ് ഇതെല്ലാം സമർപ്പിക്കപ്പെടണം. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വീട് വെക്കണ ഡേറ്റ് എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ അത്ഭുത അടയാളങ്ങൾ കാണിക്കാറുണ്ട് അല്ലേ? ഇന്നും സാക്ഷ്യം പറഞ്ഞു. നവംബർ 19 ഇന്നൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? അമ്മയും മകളും 2 സ്ഥലത്തിരുന്നാണ് ആരാധന കൂടി അമ്മ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഡേറ്റ് ഇട്ടത് നവംബർ 19. ആ നവംബർ 19 തന്നെ ഉച്ചയ്ക്ക് അതിൻ്റെ ഓർഡർ വരും. സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമാണ് അമ്മയ്ക്കുള്ളത്. കൃപാസന അമ്മയുടെ കുറേ ഗുണങ്ങളിൽ ഒന്നാണത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ദൈവാനുഭവ മേഖലയാണ്. സമയമായില്ല എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ ചെയ്ത് ആകാത്ത പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ദൈവിക പദ്ധതി സുവിശേഷത്തിൻ്റെ ആരംഭകാലം മുതലുള്ളതാണ്. ദൈവവചനത്തിൻ്റെ കാരണം ഡേറ്റുകളും സമയമെല്ലാം നീ ഫിക്സ് ചെയ്യും. നിൻ്റെ യാത്ര, വീട്, വിവാഹം, ജോലി, കോടതി കേസ് എല്ലാം നീ ഇപ്പോഴേ കർത്താവിൻ്റെ തിരുസന്നിധി കേസിൻ്റെ ഡേറ്റുകൾ എല്ലാം സമർപ്പിക്കുക. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പേര് കുമാരി ബേബി. ഞാൻ കോട്ടയം ജില്ലയിൽ മോനുപ്പള്ളി എന്ന സ്ഥലത്ത് വരുന്നു. ഞാൻ 2007 ആദ്യം ഉടമ്പടി എടുത്തതായിരുന്നു. പിന്നെ കൊറോണ വന്ന് ഉടമ്പടി മുടങ്ങി പോവുകയും ചെയ്തു. അത് പുതുക്കാനും പറ്റിയില്ലായിരുന്നു.
അതുകൊണ്ട് ആദ്യം തന്നെ അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. ഈ ഫെബ്രുവരി 2025 ഫെബ്രുവരി 13 എൻ്റെ മോന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ എൻ്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞതല്ല, 2% പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉറപ്പില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. അവനങ്ങനെ 3 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. 3-ാമത്തെ ദിവസം വൈകിട്ട് അവർ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വാർഡിലേക്ക് മാറ്റിയെങ്കിലും അവനെ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും കൂടുതലായി വെൻറ്റിലേറ്ററിൽ കയറ്റി. ആ വെൻറ്റിലേറ്ററിൽ അവന് 9 ദിവസം യാതൊന്നും അറിയാതെ കിടന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ എനിക്കൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു, നിൻ്റെ മകനൊന്നും സംഭവിക്കില്ല എന്നെൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി 22 എൻ്റെ മോൻ്റെ പേർക്ക് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഞാൻ ഈ പള്ളിയിൽ എങ്ങനെ വന്നെത്തിയെന്ന് എനിക്കറിയില്ല. ഞാനൊരു ജീവനുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ മോൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ കയറി പോകാൻ പറ്റി. ഞാൻ നിയോഗം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. എൻ്റെ സങ്കടമെല്ലാം എവിടെയോ പോയി. ആദ്യത്തെ നിയോഗം എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണം മാതാവേ എന്ന് മാത്രമായിരുന്നു. ഞാൻ ആ നിയോഗം എഴുതി. എൻ്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവേ അവനോട് പൊറുക്കണം, അവൻ്റെ ജീവനും എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അമ്മ മാതാവിനോട് ഞാൻ ഇത്രമേ പറഞ്ഞുള്ളൂ, മാതാവേ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന മോനെ എനിക്ക് രക്ഷിച്ചു തരണമെന്ന്. 2025 ഫെബ്രുവരി 13 ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. 10-ാം പോക്ക 22 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതി കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നു. നേർച്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ ചെന്നു. കതകും ജനലും എല്ലാം അടച്ച് ഞാൻ മാതാവിനെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി അടുത്തുള്ളൊരു വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചു. നീ ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരുടെ വീടിൻ്റെ വഴിയിൽ വരെ ചെന്നപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കണം തോന്നി. ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ച് കയറി പോന്നു. അന്ന് ഞാൻ മുറിക്കകത്ത് നോക്കുമ്പോൾ അവിടെ നല്ല പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആ പ്രകാശം കണ്ടിട്ടില്ല. ഞാൻ വീണ്ടും ഓടി വന്ന് മുട്ടുകുത്തി നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെളുത്ത തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ തിരി പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നിന്ന് കത്തി. അതങ്ങനെ കത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ഉടനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ വിളിച്ചു ചോദിച്ചു, ചേച്ചി ഈ തിരി ഇങ്ങനെ നിന്ന് കത്തുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നീ പേടിക്കണ്ട, അത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ തിരി കുറേ സമയം കത്തി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി 12 മണി രാത്രിയായപ്പോൾ എൻ്റെ മോനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പിറ്റേ ദിവസം എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു. മൂത്ത മോൻ വിളിച്ച് പറയാം, അമ്മ അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. അവൻ കയ്യും കാലും അനക്കി കണ്ണു തുറന്നു സംസാരിച്ചു എന്ന് പറഞ്ഞു. 10 ദിവസം അവനൊക്കെ ഇല്ലാതെ കിടന്ന മോൻ 10ാമത്തെ ദിവസം, അതായത് 22 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോൻ അനക്കം വെച്ചു, കണ്ണു തുറന്നു, സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി
ഉച്ച കഴിഞ്ഞ് 3:45 ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവനിങ്ങനെ ശരീരം അനക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരി കത്തിച്ച സമയം അതൊന്നും ഞാൻ നോക്കിയില്ല. കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് മാതാവ് 23-ാം തീയതി വെളുപ്പിനെ മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്ന് പറയുകയാണ്, നീ നിൻ്റെ മകന് വേണ്ടി 2 ദിവസം കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ഈ വാക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് രാപകലില്ലാതെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ഹോസ്പിറ്റലിലാണ്. ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തുകൊള്ളൂ, എങ്കിലും എൻ്റെ മകനെ എനിക്ക് നീ തിരിച്ചു തരണം. ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ മോനില്ലാതെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവേ. അതുകൊണ്ട് ഒരു ജീവനാണ് ആവശ്യമെങ്കിൽ അതെൻ്റെ എടുത്തോളൂ, ഞാൻ തരാൻ തയ്യാറാണെന്നു. എനിക്ക് എങ്ങനെ അമ്മയോട് അങ്ങനെ പറയാൻ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് അപരാധമാണെങ്കിൽ അമ്മ പൊറുക്കണേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞു. എങ്കിൽ അമ്മ എൻ്റെ മോനെ തിരിച്ചു തന്നു. 24-ാമത്തെ ദിവസം എൻ്റെ മോൻ വെൻറ്റിലേറ്ററിൽ കിടന്ന മോനെ എണീപ്പിച്ച് നടത്തണമെന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യയും ചേട്ടനോടെ കൂടി ചെന്ന് അവനെ ICUവിലൂടെ എണീപ്പിച്ച് നടത്തു. അവനെ ഞങ്ങൾ 21 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഓർമ്മയൊന്നും ഇല്ലായിരുന്നു, ഓർമ്മയൊക്കെ പൂർണ്ണമായി നശിച്ചിരുന്നു. ഡോക്ടർമാർ ഒന്നെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടേ ശരിയാവുള്ളെന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കാശ് രൂപം വെച്ച് അവൻ്റെ ഭാര്യ പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ തൈലം അവൻ്റെ തലയിൽ പുരട്ടി ഞാൻ അവനെ കുളിപ്പിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കും, തേനും കഴിക്കാൻ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അവനെ പരിചരിച്ചു പോന്നു. മാതാവിനോടും പ്രാർത്ഥിച്ച് ഈശോയോടും പ്രാർത്ഥിച്ച് അവന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ എൻ്റെ മോനെ സൗഖ്യപ്പെടുത്തി തന്നു. 21 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നാണ് ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചത്. അവനങ്ങനെ സൗഖ്യപ്പെട്ടു. 21 ദിവസം ആശുപത്രിയിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞു 6 മാസം അല്ലെങ്കിൽ 1 വർഷം എന്ന് പറഞ്ഞത് 3 മാസം കൊണ്ട് അവൻ ഓർമ്മ തിരിച്ചു കിട്ടി. ഈ അപകടത്തെ തുടർന്നുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടി സൗഖ്യപ്പെട്ട് 3 മാസം കൊണ്ട് പൂർണ്ണമായി എല്ലാം സൗഖ്യപ്പെട്ട് 3 മാസം കൊണ്ട് അവൻ ജോലിക്ക് പോയി. ഇവിടെ വന്ന് ഈ പള്ളിയിൽ വന്ന് അവൻ പ്രാർത്ഥിച്ചു, എനിക്ക് സാക്ഷ്യം പറയാൻ താമസം നേരിട്ടു. അമ്മ നൽകിയ ഈ സൗഖ്യത്തിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകനെ ഇങ്ങനെ പൂർണ്ണ സൗഖ്യമാക്കി തന്നതിന് എത്ര പറഞ്ഞാലും പരിശുദ്ധ അമ്മയോടും ഈശോയോട് എത്ര പറഞ്ഞെന്നാലും നന്ദിയും കടപ്പാടും സ്നേഹവും ഒന്നും തീരില്ല. എന്നും എൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്, ഈശോയുണ്ട്. ഞാൻ എന്തു പറഞ്ഞെന്നാലും എന്താവശ്യപ്പെട്ടാലും അമ്മ എനിക്കത് സാധിച്ചു തരുന്നുണ്ട്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പത്രം ഞങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും. വേറൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ മോനെ സൗഖ്യപ്പെടുത്തി തന്ന ഈ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അതിന് ഓരോരോ വഴികൾ കാണിച്ചു തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ എനിക്കൊരു ജോലി തന്ന് അമ്മ ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോഷി, ഇതെൻ്റെ ഹസ്ബൻഡ് ഷാജു, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ലൂക്ക് അലക്സാണ്ടർ ഷാജു. ഞങ്ങൾ 2016 ഫസ്റ്റ് കൃപാസനത്തിൽ വന്നത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് 2016. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു മാതാവിനോട് ആദ്യമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 2018 ഞങ്ങൾ എന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴും ഉടമ്പടി പുതുക്കുമ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞെന്ന് പറയുന്നത്.
ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2023 ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാതാവ് ഞങ്ങളെ എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്നും ഞങ്ങളെങ്ങനെയാണ് കാനഡ പോയതെന്നും എല്ലാം ഞാൻ ആ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടായിരുന്നു ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു സ്റ്റഡി വിസയിൽ പോയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് അങ്ങോട്ട് വരാനായിട്ട് ആൾക്ക് മെഡിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ വിസയ്ക്ക് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ഞങ്ങൾ നന്നായി പേടിച്ചു. അപ്പോൾ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാ ദിവസവും ഞാനവിടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നാലും പുള്ളിക്കാരനായിരുന്നാലും ഇവിടെ ഇരിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ആളുടെ വിസ പ്രോസസ്സ് എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. ആൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് എത്താൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സ്റ്റഡി വിസ കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിലോട്ട് ആകാനായിട്ട് എനിക്ക് മെഡിക്കൽ എടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾറെഡി എൻ്റെ പഴയ മെഡിക്കൽ ഉണ്ട്, എന്നാലും പുതിയ മെഡിക്കൽ എടുത്ത് അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കലിന് പോയതായിരുന്നു. അപ്പോൾ മെഡിക്കലിന് പോയപ്പോഴേക്കും എന്നോട് അവിടെ നിന്ന് അവർ പറഞ്ഞു എനിക്ക് മെഡിക്കൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അത് ആക്ച്വലി ഒരു മിറാക്കിളാണ്. ഞാൻ 2016 പോലെ തന്നെ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. വയറ്റിൽ നമ്മുടെ ഉടമ്പടി തൈലമിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ പത്രം എപ്പോഴും ഞങ്ങളുടെ ബെഡിലുണ്ടാവും, എപ്പോഴും ഞങ്ങളത് വച്ചേക്കും. അപ്പോൾ എനിക്ക് എല്ലാവരും മെഡിക്കൽ എടുക്കണ്ടെന്ന് പറയുമ്പോഴും എന്തോ എനിക്ക് മെഡിക്കലിന് പോകണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ മാത്രമാണ്. കാരണം ഞങ്ങൾ ഇവിടെ പല ഹോസ്പിറ്റലിൽ പോയി, അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് ആരും ഒരു ഡോക്ടേഴ്സൊന്നും പറഞ്ഞില്ല. എന്നാലും അവർ ഇത്രയും വർഷമായതുകൊണ്ട് IVF പറഞ്ഞു. അപ്പോഴും IVF ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവ് തരും എന്നൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് മാതാവിന് ആ ഒരു ടൈം ആയപ്പോഴേക്കും മാതാവ് ഞങ്ങൾക്ക് ആ കുഞ്ഞ് അവിടെ ജനിക്കാനും മാതാവ് ഞങ്ങൾക്ക് അവിടെ വെച്ച് ഞങ്ങൾക്ക് ആ ഒരു മിറാക്കിൾ പോലെ ആ ബേബിയെ ഞങ്ങൾക്ക് തരുകയും ചെയ്തു. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. അതോടൊപ്പം ഞാൻ അവിടെ പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു പ്രൗഡ് ഹസ്ബൻഡ് പോലെയായിരുന്നു. എപ്പോഴും നല്ല മാർക്കോടെ പാസ്സായി, അങ്ങനെ നല്ലൊരു പുള്ളിക്കാരനൊരു 80% അങ്ങനെയൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ എനിക്ക് അത് ഇത്രയും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിന് പോകുമ്പോഴും എല്ലാ അസൈൻമെൻറ്റ്സ് ചെയ്യുമ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടാവും. എപ്പോഴും ഞാൻ കാശ് രൂപം വെച്ച് മാതാവിനോട് പറയും എനിക്ക് ഇച്ചനെ ഹാപ്പി ആക്കണം അമ്മേ, വിചാരിക്കുന്ന പോലൊരു മാർക്ക് തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടെ എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാതാവ് സഹായിച്ചു. അതിന് ഞാൻ മാതാവിനോട് 1000 നന്ദി സ്തുതിയും പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഞാൻ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കോഴ്സിൻ്റെ കൂടെയുള്ള ജോലി തന്നെ എനിക്ക് കിട്ടി പാർട്ട് ടൈമായിട്ട്. അപ്പോൾ അത് കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് പലർക്കും അവിടെ ഇപ്പോൾ കാനഡയിൽ സിറ്റുവേഷൻ വെച്ച് ജോലി ഭയങ്കര ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ബട്ട് എനിക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ എവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നോ അവിടെ തന്നെ അവരെനിക്ക് ഫുൾ ടൈം, എനിക്ക് ജോലി ഇല്ലാതെ എന്നൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ച ഉടനെ തന്നെ എനിക്ക് ജോലിക്ക് പോകുന്നിടത്ത് നിന്നും അല്ലാതെ തന്നെ എനിക്ക് 3 ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ആ സമയത്തായിരുന്നു മാതാവ് എനിക്ക് 3 ഓഫർ ലെറ്റർ വന്നു. അതിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്ത് തന്നെ എനിക്ക് ഫുൾ ടൈം ജോലി മാതാവ് തന്നു. അതിനും മാതാവിന് 1000 നന്ദി സ്തുതിയും പറയുന്നു. ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഡെലിവറിയുടെ കൂടെ തന്നെ എനിക്ക് ജോയിൻറ്റ് പെയിൻസ് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ബേബീനെ എങ്ങനെയാവും എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. എങ്ങനെയാവും എന്താവും എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത്.
അപ്പോൾ ഞാൻ അപ്പോഴും മാതാവിനോട് പറയുന്നത്, മാതാവ് തന്നെ എനിക്ക് അവിടെ ഒരു കൂട്ടായിരിക്കണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് എപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഞാൻ താമസിക്കുന്നിടത്ത് 2 കാറുണ്ട്. ഞാൻ എപ്പോൾ പറഞ്ഞാലും അവർ ഹോസ്പിറ്റലിൽ പോകാനും, ഡെലിവറി ടൈമിലായിരുന്നാൽ പോലും മിഡ് നൈറ്റിലായിരുന്നു, അപ്പോഴും അവിടെ അവർ ലൈക്ക് മാതാവ് അവിടെ ആൾക്കാരെ എനിക്ക് റെഡിയാക്കി തരുമായിരുന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാനും, എനിക്ക് എപ്പോഴൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ലൈക്ക് അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് വരുന്നോ അപ്പോഴൊക്കെ എനിക്കൊരു ഊബർ വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ മാതാവ് തന്നില്ല. എനിക്ക് എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബേബി വന്നതിന് ശേഷവും ഒരു ദിവസം നൈറ്റ് എനിക്ക് വല്ലാണ്ട് സ്ട്രെസ്സായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസം രാത്രി തന്നെ ലൈക്ക് നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. പെട്ടെന്ന് എനിക്ക് നല്ല മണം വന്നു. ആ മണത്തോടു കൂടെ ഞാൻ മണം വന്നു. ബട്ട് അത് എന്താന്ന് ഞാൻ അപ്പോഴും ഒരു കൺഫ്യൂഷനായിരുന്നു. അത് എന്താ മാതാവിൻ്റെ ആ മണമാണോ എന്നുള്ളത് ഡൗട്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴെനിക്ക് വീണ്ടും ആ മണം വന്നു. അപ്പോൾ ഇച്ചാനോട് ഞാൻ ചോദിച്ചു, ആ മണം ഇച്ചാൻ എടുക്കുന്നോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, എനിക്ക് ആ മണം എടുക്കുന്നില്ല പറഞ്ഞു. ആ മണം എനിക്ക് ആ 2 ദിവസവും എനിക്ക് ആ മണം എടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് തന്നെ എനിക്ക് അവിടെ വന്ന് എനിക്കൊരു ആശ്വാസം തരുന്നതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾക്കൊരു കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ ഞങ്ങൾ മാസം ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത് ഞങ്ങൾ നാട്ടിൽ തന്നെ പാവപ്പെട്ടവർക്ക് അങ്ങനെ ഒരു പാവപ്പെട്ടവരായിട്ടുള്ള ഒരു കുറച്ച് പേരെ കണ്ടെത്തി നമ്മളത് ആ എമൗണ്ട് എല്ലാവർക്കും ഭാഗിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. ഫുഡായിരുന്നാലും പൈസ ആയിരുന്നാലും നമുക്ക് ആ ടൈമിൽ എന്താ ഉണ്ടാവുക ആ രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ആയിരുന്നാലും ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേയും ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ഊണ് വാങ്ങിച്ച് അവിടെ രോഗികൾ കൊണ്ട് കൊടുത്തിട്ടായിരുന്നു പോയത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മുടെ കൃപാസനം പത്രം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴായിരുന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴായിരുന്നാലും പത്രം കൊണ്ടുവരുന്നായിരുന്നു. ഞങ്ങളത് കാനഡയിൽ അവിടെ മലയാളീസിന് അത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടായിരുന്നാലും ആൾക്കാർ ഡൊണേഷൻ ചോദിക്കുമ്പോഴായിരുന്നാലും നമ്മുടെ കയ്യിൽ അന്നേരം എന്താ ഉണ്ടാവുക അത് ഞങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി സ്തുതിയും പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിനായിരുന്നാലും നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരാളിരുന്ന് പ്രാർത്ഥിക്കും, ഒരാൾ ലൈക്ക് ഒരു ഇൻട്രസ്റ്റിൽ. ഇപ്പോൾ 2 പേർക്കായിരുന്നാലും പ്രാർത്ഥിക്കുന്നതിനായിരുന്നാലും പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഞങ്ങൾക്ക് അവിടെ മാസിന് ഡെയിലി പോകാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇന്നലെ വരയ്ക്കും ഞങ്ങൾ പുള്ളിക്കാരനായിരുന്നാലും ഓൺലൈനിൽ മാസ് കാണുമായിരുന്നു. ലൈക്ക് എല്ലാ ദിവസവും മാസ് കാണുന്നുണ്ട് ഓൺലൈനിൽ. ഡെയിലി നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നത്തിൽ തന്നെ നമ്മൾ ഡെയിലി ഓൺലൈനിൽ മാസ് കാണുന്നുണ്ട്. മാതാവിനോട് ഈശോയോടും കൂടുതൽ അടുക്കാനും സാധിച്ചിട്ടുണ്ട്.